മാസ്കോ, സാനിറ്റൈസറോ യൂസ് ചെയ്യാതെ തന്നെ ഒരു പകുതി ആൾക്കാർക്കെങ്കിലും രോഗമില്ലാണ്ട് രക്ഷപ്പെട്ടേനെ. കേരളത്തിൽ ഇന്ന് ഏത് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ പോയി കഴിഞ്ഞാൽ ഫുൾ തിരക്കായിരിക്കും. എല്ലാവർക്കും പനി, ജലദോഷം, ചുമ, കഫക്കെട്ട് അങ്ങനത്തുള്ള കാര്യങ്ങളാ. ഫുൾ വൈറൽ ഫീവർ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഡോക്ടറെ കാണിച്ചാൽ പറയാ വൈറൽ ഫീവറാണ്, വൈറലാണെന്ന് പറയും. പക്ഷേ ഈ രോഗികൾക്കോ അല്ലെങ്കിൽ രോഗികളുടെ കൂടെ വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഉള്ള ആൾക്കാർക്കോ ഒന്നും ഒരു മാസ്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു സാനിറ്റൈസർ വെക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിരിക്കില്ല. അവിടെയുള്ള ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ അത് പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. പക്ഷെ അവരത് ചെയ്യില്ല. കാരണം അവർക്കത് ബിസിനസ്സാണ്. രോഗികളുണ്ടായാലും അവരെ ബിസിനസ് മുന്നോട്ട് പോകും. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. രോഗിയുടെ കൂടെ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാൻ പോകുമ്പോഴോ ഒരു മാസ്ക് യൂസ് ചെയ്യുക. എന്നിട്ട് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പം സാനിറ്റൈസർ ഉണ്ടെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക. മറ്റുള്ളവർക്ക് രോഗം പടരാണ്ടിരിക്കാൻ നമ്മൾ തന്നെ കാരണമാവാണ്ട് നിൽക്കുക. മലയാളികൾ വിചാരിച്ചിരിക്കുന്നത് കൊറോണ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് ഈ മാസ്കും സാനിറ്റൈസറും എന്നുള്ള എന്താണെന്ന് അറിഞ്ഞൂടാ.